ഹായ് ഫ്രണ്ട്സ്, ഹസിസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വാനില ഐസ്ക്രീമാണ്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, പഞ്ചസാര അര കപ്പ്, മിൽക്ക് പൗഡർ 1/3 കപ്പ്, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1/2 ടീസ്പൂൺ, വിപ്പിംഗ് ക്രീം 1 കപ്പ്. ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് പാൽ, നമുക്ക് 1/4 കപ്പ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള പാൽ ഞാൻ ഒരു 1/4 കപ്പ് പാലുണ്ട്, അത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവറും പാലും ചേർന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാലും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐസ്ക്രീമാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത് ഞാൻ ചേർത്തെടുക്കുന്നത് മിൽക്ക് പൗഡറാണ്. 1/3 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടയില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കട്ടകളൊന്നുമില്ല, നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് പോവും. കുറച്ച് നന്നായിട്ട് തിക്കായിട്ട് വരണം. കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എടുത്തു വെച്ച കോൺഫ്ലവർ പാലിക്കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഫ്രീസറിൽ വെക്കാനായിട്ട് അടുപ്പുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. റാപ്പ് കൊണ്ട് കവർ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ വയ്ക്കാം, അല്ലെങ്കിൽ രാത്രി മുഴുവൻ വയ്ക്കാം. നമ്മുടെ വാനില ഐസ്ക്രീം റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.